നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ 6ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻവയോൺമെന്റൽ പൊളിറ്റിക്സ് ആൻഡ് ഇഷ്യൂസ് ഓഫ് പോളിസി മേക്കിംഗ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങളും നമ്മുടെ നയരൂപീകരണം, അതായത് വികസനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ വരുന്ന പ്രശ്നങ്ങളും അതാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ജനറൽ എസ്സേ ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇത്. അപ്പൊ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നതുകൊണ്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങളാൽ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, പ്രതികൂലമായ മാറ്റങ്ങൾ, ഇതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താറുമാറാകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ? നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മുതലേ നമ്മൾ പറഞ്ഞു വരുന്ന വായുമലിനീകരണവും ശബ്ദമലിനീകരണവും ജലമലിനീകരണവും ഒക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തേത് എയർ പൊല്യൂഷൻ ആണ്, വായുമലിനീകരണം. ഫാക്ടറികള്, വാഹനങ്ങള്, കത്തിക്കുന്ന മാലിന്യങ്ങള്, ഇതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. ശുദ്ധവായു ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ശ്വാസകോശ രോഗങ്ങൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമാണ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയി പോവേണ്ടതില്ല. ദെൻ ജലമലിനീകരണമാണ്, വാട്ടർ പൊല്യൂഷൻ ആണ് മറ്റൊന്ന്. വ്യാവസായിക മാലിന്യങ്ങൾ, നദിയിലേക്ക് ഒഴുക്കുന്ന മാലിന്യങ്ങൾ, ജൈവവും അജൈവവും രാസപരമൊക്കെ ആയിട്ടുള്ള മാലിന്യങ്ങൾ നദികളെ മലിനപ്പെടുത്തുന്നുണ്ട്. ജലത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ജലത്തിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റമുണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള രാസമാലിന്യങ്ങളും അല്ലാത്ത മാലിന്യങ്ങളും ഒക്കെ നദിയിൽ കലരുന്നത് പലതരം രോഗങ്ങൾക്ക്, പലതരം സ്പീഷീസുകളുടെ നാശങ്ങൾക്ക്. പഴയതുപോലെയൊന്നും ഇന്ന് ജലസസ്യങ്ങളോ ജലത്തിൽ വസിക്കുന്ന ജീവികളോ ജലജീവികളോ ഒന്നും ഇല്ലാതായിക്കൊണ്ട് മത്സ്യസമ്പത്തൊക്കെ ഗണ്യമായി കുറഞ്ഞതായിട്ട് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും. ദെൻ സോയിൽ പൊല്യൂഷൻ ആണ് മറ്റൊന്ന്. സോയിൽ, മണ്ണിന്റെ മലിനീകരണം. മണ്ണില് യാതൊരു വിവേചനവും ഇല്ലാതെ ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത്, രാസവളങ്ങളുടെ പ്രയോഗം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വലിയൊരു വില്ലനാണ് അല്ലെ, ഭൂമിയെ തന്നെ വിഴുങ്ങുന്ന വലിയൊരു വില്ലനാണ് പ്ലാസ്റ്റിക്. കീടനാശിനികള്, രാസവളങ്ങള്, ഇതെല്ലാം തന്നെ മണ്ണിനെ മലീമസപ്പെടുത്തുന്നു. കാർഷിക മേഖല തളരുന്നതിന്, ഉൽപാദന കുറവ്, അതുപോലെ മണ്ണിന്റെ ഊർജം, അതുപോലെ മണ്ണിന്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടുന്നതിനും മണ്ണ് ഊഷരമായി മാറുന്നതിനൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. ഇനി നശീകരണമാണ് മറ്റൊന്ന്. ഡിഫോറസ്റ്റേഷൻ ആണ്. വനം നശീകരിക്കുന്ന, നഗരവികസനം, അങ്ങനെ പല പേരില് വനം കൃഷിഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ വനങ്ങൾ ഗണ്യമായി വെട്ടി നശിപ്പിക്കുന്നതോട് കൂടിയിട്ട് മണ്ണൊലിപ്പ് ഉണ്ടാകുന്നു. മരങ്ങൾ നശിക്കുന്നു, മണ്ണൊലിപ്പ് ഉണ്ടാകുന്നു, വനസമ്പത്ത് കുറയുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ. അത് കാട് ഇറങ്ങി ജീവികൾ, വന്യമൃഗ ശല്യം എന്നൊക്കെ വളരെയേറെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഈ ജീവി സംഘർഷങ്ങൾ. വന്യജീവി സംഘർഷങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഈ വനനശീകരണമാണ്. അതുപോലെ തന്നെ ചൂട് കൂടുന്നു, ആഗോളതാപനം കൂടുന്നതൊക്കെ വനനശീകരണത്തിന്റെ, ശുദ്ധവായുവിന്റെ ദൗർലഭ്യം ഉണ്ടാവുന്നതൊക്കെ ഒരു കാരണമാണ്. ഗ്ലോബൽ വാർമിംഗ് ഇതിന്റെ വലിയൊരു റിസൾട്ടാണ്. ഈ ഹൈഡ്രോ കാർബണിന്റെ ഒക്കെ ഉപയോഗം, CFC, ക്ലോറോഫ്ലൂറോ കാർബണിന്റെ ഒക്കെ അമിതമായ ഉപയോഗം, റെഫ്രിജറേറ്ററുകളുടെ ഉപയോഗം, ഇതൊക്കെ തന്നെ നമ്മുടെ കാലാവസ്ഥ നല്ല രീതിയിൽ ബാധിക്കുന്നു, വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഓസോൺ പാളിയുടെ ശോഷണം ഒക്കെ നമുക്ക് അറിയാവുന്ന കാരണങ്ങളാണ്. മറ്റൊന്നാണ് നോയിസ് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം. ശബ്ദം, ഇതിന്റെ കഠോരമായിട്ടുള്ള വലിയ ശബ്ദങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫാക്ടറികള്, വാഹനങ്ങള്, ഈ പലതരത്തിലുള്ള ക്രഷറുകള്, ക്വാറികള്, ഇതിന്റെയൊക്കെ ശബ്ദം അന്തരീക്ഷത്തെ ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നു. അത് നമ്മുടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസികമായിട്ടും ശാരീരികം, കേൾവി സംബന്ധമായിട്ടൊക്കെയുള്ള പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ പരിസ്ഥിതിയെയും മനുഷ്യരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പല പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ പാർലമെന്റിന്റെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 പാസ്സാക്കിയിട്ടുണ്ട്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പിന്നെ വന നിയമം 1961 പാസ്സാക്കിയ വന നിയമമുണ്ട്. ഇതൊക്കെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ചിപ്കോ മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ മൂവ്മെന്റ്
പ്ലാസ്റ്റിക് നിരോധന ക്യാമ്പയിനുകൾ, ഹരിത കേരളം മിഷൻ, ഇതൊക്കെ തന്നെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ്, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും രാസവളത്തിൽ നിന്ന് ജൈവ കൃഷിയിലേക്ക് മാറുന്നതിനും പ്ലാസ്റ്റിക് നിരോധനത്തിനും ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാനുള്ള ശ്രമം നടത്തി വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിലും ക്യോട്ടോ പ്രോട്ടോക്കോളും ഒക്കെ വന്നത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് അറിയാം. ഇനി നമ്മൾ ഇഷ്യൂസ് ഓൺ പോളിസി മേക്കിംഗ്, നയനിർമ്മാണത്തില് വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആസൂത്രണം എന്നത് ഏതൊരു കാര്യത്തിന്റെയും വിജയത്തിന് കാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഭരണ തലത്തില് കൃത്യമായിട്ടുള്ള ആസൂത്രണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏതൊരു പദ്ധതിയും വിജയത്തിലെത്തിക്കാൻ സാധിക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ, ഈ നയ രൂപീകരണത്തിന്റെ ചില ഘട്ടങ്ങളുണ്ട്. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു നീഡ് തിരിച്ചറിയുന്ന ഘട്ടമാണ് ഒന്നാമത്തേത്. പിന്നെ അതിനു വേണ്ട ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. ഇനി അതില് പലതരം ഓപ്ഷൻസ് വരും അല്ലെ, പല ഓപ്ഷൻസ് വരും. അപ്പൊ അതിനെയൊക്കെ ഓരോ ഓപ്ഷൻസിനെയും പരിശോധിക്കുന്നതാണ് അടുത്ത ഘട്ടം. അതനുസരിച്ചിട്ട് നയം രൂപീകരിക്കുന്നതാണ് അടുത്ത ഘട്ടം. ആ ഒരു രൂപീകരിച്ച നയം ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുന്നതാണ് മറ്റൊരു ഘട്ടം, അഞ്ചാമത്തെ ഘട്ടം. ഇനി ആറാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതിനെ വിലയിരുത്തുന്നതാണ്, ഇവാലുവേഷൻ നടത്തുന്നതാണ് ആറാമത്തെ ഘട്ടം. ഇനി നയ നിർമ്മാണത്തിലെ ചില പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, പ്രശ്നങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് ഇഷ്യൂസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ആണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ. രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും വ്യക്തികളുടെയും ഒക്കെ സ്വാർത്ഥ താല്പര്യങ്ങളും സങ്കുചിത ചിന്തകളും ഒക്കെ നയനിർമ്മാണത്തെ വളരെ മോശമായിട്ട് സ്വാധീനിക്കാറുണ്ട്. രണ്ട്, ലാക്ക് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ കുറവ്. നയരൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള റിസർച്ചുകളൊന്നും നടക്കാതെ തന്നെ നയം രൂപീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പാളിച്ചകൾ ധാരാളമായിട്ട് നമുക്ക് ഈ റോഡ് അല്ലെങ്കിൽ പാല നിർമ്മാണത്തിലൊക്കെ, പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നിടത്തൊക്കെ നമുക്ക് അതിന്റെ അപാകതകൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇനി പ്രശ്നങ്ങളുടെ സങ്കീർണത, ചില ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. അപ്പൊ ഈ കോംപ്ലക്സ് ഇഷ്യൂസ് പരിഹരിക്കുന്നിടത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. ഇനി റിസോഴ്സിന്റെ കുറവ് മറ്റൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ എന്താണ്, ഉദ്യോഗസ്ഥ തലത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പൗരന്മാരുടെ പങ്കാളിത്തം കുറയുന്ന സാഹചര്യങ്ങളൊക്കെ ഇതിൽ വരാറുണ്ട്. കൂടാതെ മാധ്യമങ്ങളുടെ മോശം ഇടപെടൽ, വളരെ മോശമായിട്ട് ഒരു പദ്ധതി, ഇപ്പൊ പല പ്രോജക്റ്റുകളും സർക്കാരുകളൊക്കെ പല പ്രോജക്റ്റുകളും കൊണ്ടുവരുന്ന സമയത്ത് മാധ്യമങ്ങൾ അതിനെ വല്ലാതെ മോശമായിട്ട് ചിത്രീകരിക്കുക, അതിനൊരു വിരുദ്ധമായിട്ടുള്ള മനോഭാവം ജനങ്ങളിൽ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പദ്ധതികളുടെ കുറവും ഈ രംഗത്ത് വരുന്ന വലിയൊരു പ്രശ്നമാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പരിസ്ഥിതിയും പ്രകൃതിയുടെ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ അറിയുന്നതും കേട്ടതും വായിച്ച് മനസ്സിലാക്കിയതും ഒക്കെ ആയിട്ടുള്ള പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗം, ഈ ഒരു യൂണിറ്റ് വിപുലീകരിക്കാവുന്നതാണ്. താങ്ക് യു.